ഈ കപ്പൽ അങ്ങനെയൊന്നും മുങ്ങില്ല. പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. ശരിയാണ് മാഷേ, ഈ കപ്പൽ അങ്ങനെയൊന്നും മുങ്ങില്ല. കാരണം നിങ്ങൾക്കത് മുങ്ങിയാലും അറിയാൻ പറ്റില്ല. മൊത്തവും വെള്ളം കയറി കപ്പല് മുങ്ങി രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല എന്നറിയുമ്പോഴും നിങ്ങൾ പറയും ഈ കപ്പലാടി ഉലയുകയില്ല സാർ, ഈ കപ്പൽ ഇങ്ങനെ തന്നെ പോവും. അപ്പോഴും കപ്പൽ വെള്ളത്തിനകത്തേക്ക് താഴ്ന്നിരിക്കും. അപ്പോഴും നിങ്ങൾ പറയും ഈ കപ്പൽ മുങ്ങില്ല എന്നുള്ളത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അട്ടിമറിക്ക് ഞങ്ങളില്ല എന്ന് CPM ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് BJP തന്നെ തിരുവനന്തപുരം ഭരിക്കും. ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണൻ BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് BJP തലസ്ഥാനം ഭരിക്കും എന്നുള്ളതാണ്. 46 വർഷത്തിന് ശേഷമുള്ള BJPയുടെ ഒരു വലിയ തിരിച്ചുവരവ് അത് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം വൻപൻ ഭൂരിപക്ഷത്തോടെയാണ് 50 സീറ്റ് പിടിച്ചുകൊണ്ട് BJPയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്, BJPയുടെ ഒരു കുതിപ്പെന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. BJPക്കുള്ളിൽ ഗ്രൂപ്പിസം ഉണ്ട്. BJPക്കുള്ളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയിൽ അടിമുടി മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും വരില്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എന്ന് പറഞ്ഞവർ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ജയ് വിളിക്കുന്നത് കാണുമ്പോൾ പരമ പുച്ഛമാണ് അവരോട് തോന്നുന്നത്. കാരണം കെ സുരേന്ദ്രൻ മികച്ച ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. പക്ഷെ കെ സുരേന്ദ്രന് കുറെ പരിമിതികളുണ്ട്. പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പിസം ഒക്കെ പലപ്പോഴും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പല കാര്യങ്ങളിലും പിന്നോട്ട് വലിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് കേന്ദ്രം അയച്ച BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന്റെ വാക്ക് പോലെയാണ്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താനോ അതിലൊരു എതിരഭിപ്രായം പറയാനോ ആർക്കും കഴിയില്ല. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്ത്രങ്ങളോടുകൂടി, നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ലൊരു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലയിലും മികച്ച പ്രകടനം വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിച്ചു. അത് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോഴും കണ്ടത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം വന്നതിന് ശേഷം BJPയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. എന്തായാലും മോദി തിരുവനന്തപുരം ഞങ്ങൾക്ക് തന്നാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒപ്പം നിന്നാൽ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് വലിയൊരു വികസനം കൊണ്ടുവരും എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഇതിനൊക്കെ BJPക്കാർക്ക് അവസരം തന്ന ആര്യ രാജേന്ദ്രനെ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ആ നന്ദി നിങ്ങൾ ആര്യയ്ക്ക് നൽകണം എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളത്. കാരണം ആര്യ രാജേന്ദ്രനാണ് ഇത്തവണത്തെ BJPയുടെ ഐശ്വര്യം. ആര്യ രാജേന്ദ്രന്റെ ഏറ്റവും നെറികെട്ട ഭരണവും അഴിമതി നിറഞ്ഞ ഭരണവുമാണ് BJP വരട്ടെ എന്ന തലസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം. ഇനി മുന്നോട്ട് BJPക്ക് പോകണമെങ്കിൽ ജനങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ തകർക്കാതെ മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയട്ടെ. എന്തായാലും ആരായിരിക്കും BJPയുടെ തിരുവനന്തപുരം മേയർ? ഈ ചോദ്യത്തിന് നമ്മൾ ഒരുപാട് ദൂരെയൊന്നും ഉത്തരം അന്വേഷിച്ചു പോകണ്ട. പല പേരുകൾ പറയണ്ട. BJPക്കകത്ത് ഒരു പേര് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു പേര് പറഞ്ഞാൽ മറ്റുള്ളവരെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊക്കെ അങ്ങനെയൊന്നുമല്ല. BJPയുടെ കേന്ദ്ര നേതൃത്വം പറയുകയാണ് ഇന്നയാൾ മേയർ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ അപ്പുറം ഇപ്പുറം ചോദ്യങ്ങളും ഉത്തരവില്ല. അവർ തന്നെയാണ് മേയർ എന്നുള്ളത്. ഇപ്പോ തലസ്ഥാനത്തെ രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞു. ശരി, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ. അതുപോലെ ഇവിടെയും ശ്രീലേഖ IPS ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞു. നല്ലൊരു ഇമേജ് ഉള്ള, ഇപ്പൊ VV രാജേഷും അങ്ങനെ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്നത്. കൃത്യമായി സത്യങ്ങൾ വിളിച്ചു പറയാൻ എനിക്ക് തോന്നുന്നു അവരെ അവരുടെ IPS ജീവിതമൊക്കെ റിട്ടയർഡ് ചെയ്തതിനു ശേഷം പിന്നീട് അവർ യൂട്യൂബൊക്കെ തുടങ്ങി പല വേദികളിലും അവർ കൃത്യമായി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് വന്നതാണ്. ശ്രീലേഖ IPSനെ പോലുള്ളവർ BJPയിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോഴും അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. തന്റെ ഹസ്ബൻഡ് മുന്നേ RSSൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എന്ന് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത, അത്തരത്തിൽ തന്നെ ആ രീതിയിലേക്ക് മുദ്ര കുത്തുമോ എന്ന് ചിന്തിക്കാത്ത ഒരു മികച്ച ഒരു സ്ത്രീ രത്നം തന്നെയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർ തലസ്ഥാനത്തെ ഒരുപക്ഷെ തലസ്ഥാനം അല്ലെങ്കിൽ മേയർ എന്ന പദവിയിലേക്ക് വന്നാൽ പക്വമായി
കാര്യങ്ങൾ. ഇപ്പൊ വി രാജേഷിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഒരുപക്ഷെ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ ഒരുപക്ഷെ അത്തരത്തിൽ പോകേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിനും ആകാൻ ഡെപ്യൂട്ടി മേയർമാരായി വരുന്നവർക്കൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ യോഗ്യതകൾ ഉള്ളവർ തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ശ്രീലേഖ IPS എന്ന് പറയുമ്പോൾ പലരും പറയുന്നവർക്ക് രാഷ്ട്രീയപരമായി ഒരു എന്താ പറയുക, അതിലൊരു എക്സ്പീരിയൻസ് ഇല്ല. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വർഷം അതിലിരുന്ന് പഠിച്ച് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ശ്രീലേഖ IPS വന്നാലും അവിടെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ വികസനമാണ്. ആര് വന്നാലും ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, ആനുകൂല്യങ്ങളാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടമായിരിക്കണം. ഇതാണ് അവർ നോക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കൺട്രോളിംഗ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രീലേഖ IPSന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോ അവരെ പിന്താങ്ങിക്കൊണ്ട് ഒരുപാട് പേരൊക്കെ രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും ഇപ്പോ മേയറാകാൻ, പ്രത്യേകിച്ച് തലസ്ഥാനത്തിന്റെ മേയറാകാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും. കാരണം വലിയ പ്രധാനമന്ത്രി, രാഷ്ട്രപതി അടക്കം ആളുകളൊക്കെ വരുമ്പോൾ മേയറാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മേയർ എന്ന് പറയുന്നത് ഒരു ചെറിയ പോസ്റ്റ് ഒന്നുമല്ല, അത് വളരെ വലിയ പോസ്റ്റ് തന്നെയാണ് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. അപ്പൊ ആ തിരുവനന്തപുരത്തെ ആരായിരിക്കും നയിക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ എന്തായാലും ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഞങ്ങൾ പറയുന്നത് പോലെ വികസനം അത് കൊണ്ടുവരും, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്ദി. ആ നന്ദി എന്ന് പറയുന്നത് വികസനത്തിലൂടെ കേന്ദ്രം നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ആരെയാണോ അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ 100% കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ തന്നെ ഈ BJPക്ക് നേട്ടമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. BJPക്ക് എങ്ങനെയാണ് നേട്ടം കിട്ടിയത്, CPM എത്രയാണ് നേട്ടം കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ 2 പേരെ കാണാനില്ല. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, മറ്റൊന്ന് സുമാരൻ നായർ. ഇവർ 2 പേരും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ UDF-നോടൊപ്പമല്ല, ഞങ്ങൾ LDF-നോടൊപ്പമാണ്, ഞങ്ങളുടെ പൂർണ്ണമായ കാര്യങ്ങൾ അല്ലെ ഞങ്ങളുടെ സമുദായം മുഴുവൻ, അതായത് സുമാരൻ നായർ പറയുന്നത് പോലെയാണ് NSS, വെള്ളാപ്പള്ളി പറയുന്നത് പോലെയാണ് SNDP എന്ന് വിചാരിച്ചുകൊണ്ടാണ് 2 പേരും ആഗോള അയ്യപ്പ സംഗമത്തിൽ പോകുന്നു. പിണറായി വിജയന് വിഗ്രഹം കൊടുക്കുന്നു, പിന്നെ ലോകത്തില്ലാത്ത എല്ലാ ഷോ ഓഫും നമ്മൾ അവിടെ കാണുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. സുകുമാരൻ നായർ ഇപ്പൊ മുണ്ടിട്ട് നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സുകുമാരൻ നായർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല NSS. നിങ്ങളെ കൂടെ ഒരു 5-6 ആളുകൾ ഉണ്ടാകുമായിരിക്കും, ശിങ്കിടികളൊക്കെ ഉണ്ടാകുമായിരിക്കും, ഒരു 10ഓ 200ഓ ഉണ്ടാകുമായിരിക്കും. പക്ഷെ കേരളത്തിലെ NSS നായന്മാരെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലുണ്ട്. അവരൊക്കെ നിങ്ങൾ പറയുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ NSSന്റെ അല്ലെങ്കിൽ SNDPയുടെ ഈ ആൾക്കാരൊക്കെ വന്ന് എന്തെങ്കിലും വർഗീയത പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനോടൊപ്പം അനുകൂലിച്ച് നിൽക്കുകയൊക്കെ ചെയ്താൽ ഒന്ന് വോട്ട് കിട്ടണമെന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും തിരുവനന്തപുരം മേയറെ കേന്ദ്രം തീരുമാനിച്ചു. അതിലിനി ആരും എന്താ പറയുക മുഷ്ടി ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും അസ്വസ്ഥതപ്പെട്ടിട്ടോ അസഹിഷ്ണുത കാണിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല.